നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. സിറിയയിൽ ഇനി തെരഞ്ഞെടുപ്പ് നടത്താൻ 4 വർഷം വരെ എടുത്തേക്കാമെന്ന് അഹമ്മദ് അൽ-ഷാറ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു പുതിയ ഭരണഘടനയുടെ കരട് രൂപരേഖ തയ്യാറാക്കാൻ 3 വർഷം വരെ എടുത്തേക്കാം. ഡിസംബർ 8-ാം തീയതി അസദിനെ പുറത്താക്കിയ ഹയാത്ത് തഹ്രീർ അൽ-ഷാം ഗ്രൂപ്പിനെ നയിക്കുന്ന ഷറയുടെ അഭിപ്രായമാണ് ഇത്. ദമാസ്കസിലെ പുതിയ സർക്കാർ ഇസ്ലാമിക തീവ്രവാദത്തിലെ വേരുകളിൽ നിന്ന് അകന്നു എന്നു തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മുൻ വിമത വിഭാഗങ്ങളെയും ബാഷർ അൽ അസദിന്റെ സേനയിൽ നിന്ന് കൂറുമാറിയ ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് മന്ത്രാലയം പുനഃസംഘടിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നത്. അസംഖ്യം ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കാനുള്ള ശ്രമകരമായ ഒരു ദൗത്യമാണ് അൽ-ഷാറ നേരിടുന്നത്. ഇതിനൊപ്പം തന്നെ അസദിന്റെ അടുത്ത സഖ്യകക്ഷിയായ റഷ്യയുമായി തന്ത്രപരമായ താൽപര്യങ്ങൾ സിറിയ പങ്കുവച്ചിട്ടുണ്ട്. സിറിയൻ വിമതർ ഡിസംബർ 8-ാം തീയതിയാണ് ഡമാസ്കസിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നത്. സിറിയയിൽ ബാഷർ ഭരണകൂടത്തെ അട്ടിമറിച്ച് അധികാരത്തിൽ വന്ന വിമത സംഘടനാ നേതാവ് അഹമ്മദ് ഹുസൈൻ അൽ-ഷാറ റഷ്യയുമായി വളരെ അടുത്ത ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നതായാണ് റിപ്പോർട്ട്. ബഷാറുൽ അസദിന്റെ ഭരണ അന്ത്യത്തിന് പിന്നാലെ സിറിയയിൽ നിന്ന് റഷ്യൻ സേന പിൻവാങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യവുമായി നല്ല ബന്ധം നിലനിർത്തുന്നതിൽ തൽപരരാണ് എന്നാണ് അൽ-ഷാറ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടെ റഷ്യൻ സൈന്യം സിറിയയിൽ തുടരുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അബു മുഹമ്മദ് അൽ ജുലാനി എന്നും അറിയപ്പെടുന്ന ഷാറ ബ്രോഡ്കാസ്റ്റർ റഷ്യയിലെ സൈനിക സ്ഥാപനങ്ങൾ രാജ്യത്തുനിന്ന് പിൻവലിക്കാൻ തന്റെ സർക്കാർ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. റഷ്യ ഒരിക്കലും സിറിയയിൽ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അൽ-ഷാറ റഷ്യയുമായി കൈകോർക്കുന്നതിന് പിന്നിൽ സിറിയയിൽ അമേരിക്കയും ഇസ്രയേലും നടത്തുന്ന ആക്രമണത്തെ ചെറുക്കുക എന്ന ലക്ഷ്യവും കൂടിയുണ്ട്. വിമത സംഘടന സിറിയയിലെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മുൻ പ്രസിഡന്റ് ബാഷർ അസദ് റഷ്യയിൽ അഭയം തേടുകയും ചെയ്ത സാഹചര്യത്തിൽ അമേരിക്കയും ഇസ്രയേലും വ്യാപക വ്യോമാക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ ഷാറ ഇതിനെതിരെ പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നില്ല. ഇപ്പോൾ റഷ്യയുമായുള്ള സഖ്യം വിദേശ ശക്തികളുടെ മേധാവിത്വം സിറിയയിൽ നിന്ന് ഒഴിവാക്കാനാണ് എന്നാണ് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ട്. രാജ്യത്തിന്റെ മെഡിറ്ററേനിയൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഖെയ്മിം എയർബേസും ടാട്ടസിൽ ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട് സെന്ററും നാവിക തുറമുഖമാണിത്. ഇവയെല്ലാം തന്നെ റഷ്യയുടെ അധീനതയിലാണ് ഇപ്പോഴുമുള്ളത്. 2017-ൽ റഷ്യയും സിറിയയും തമ്മിലുണ്ടാക്കിയ കരാർ പ്രകാരം 49 വർഷത്തേക്ക് റഷ്യൻ സൈന്യത്തെ സിറിയയിൽ വിന്യസിക്കാനും അധികാരമുണ്ട്. സിറിയയിലെ 2 സൈനിക കേന്ദ്രങ്ങളും റഷ്യയ്ക്ക് വളരെ തന്ത്രപ്രധാനമായ പ്രവിശ്യകളാണ്. മിഡിൽ ഈസ്റ്റ്, വടക്കൻ ആഫ്രിക്ക, മെഡിറ്ററേനിയൻ കടൽ എന്നിവിടങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ റഷ്യയ്ക്ക് ഈ മേഖലകളിൽ നിന്ന് സാധിക്കും. ഈ മാസം ആദ്യത്തിൽ തന്നെ റഷ്യയെ പ്രകോപിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സിറിയൻ നേതൃത്വം താൽപര്യപ്പെടുന്നുണ്ട് എന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതേസമയം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് സിറിയയിൽ റഷ്യൻ സൈനികരുടെ സാന്നിധ്യം വ്യവസ്ഥ ചെയ്യുന്ന കരാറുകൾക്കനുസരിച്ചിട്ടുള്ളതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. താൽക്കാലിക സുരക്ഷാ ഗ്യാരണ്ടികൾ സിറിയയിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. അതിനാൽ സൈനിക താവളങ്ങൾ പതിവ് പോലെ പ്രവർത്തിക്കുന്നുണ്ട് എന്നും നേരത്തെ റഷ്യ വെളിപ്പെടുത്തിയിരുന്നതാണ്. വിമത സംഘടനയായ HTSന്റെ നേതൃത്വത്തിൽ നിരവധി സായുധ പ്രതിപക്ഷ ഗ്രൂപ്പുകൾ നവംബർ അവസാനത്തോടെ ബാഷർ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും തുടർന്ന് ഡിസംബർ ആദ്യത്തിൽ തന്നെ അസദ് വംശത്തിന്റെ 50 വർഷത്തെ ഭരണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസ് നാടകീയമായി പിടിച്ചെടുത്തതോടെ ബാഷർ തങ്ങളുടെ അടുത്ത സഖ്യകക്ഷിയായ റഷ്യയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. ബഷാറുൽ അസദ് ഭരണകൂടവുമായി മികച്ച ബന്ധമാണ് റഷ്യ പുലർത്തിയിരുന്നത്. 2011-ൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ റഷ്യൻ സേനയാണ് അസദിന് സഹായമൊരുക്കിയത്. രാജ്യത്ത് റഷ്യ തങ്ങളുടെ സൈന്യത്തെ വൻതോതിൽ വിന്യസിക്കുകയും ചെയ്തിരുന്നു. 1970-ൽ താർത്തൌസിൽ സോവിയറ്റ് യൂണിയൻ സ്ഥാപിച്ച തുറമുഖം 2012-ൽ തങ്ങളുടെ ആവശ്യാനുസരണം റഷ്യ പുതുക്കി പണിതിരുന്നു. ഇതുകൂടാതെ ഫെയ്മിമിലെ എയർബേസ് 2015 മുതൽ റഷ്യ ഉപയോഗിക്കുന്നു. ഇനി അങ്ങോട്ടും റഷ്യയുമായുള്ള സഹകരണം തുടരുമെന്ന് തന്നെയാണ് സിറിയയുടെ പുതിയ ഭരണാധികാരിയുടെയും തീരുമാനം. മലയാളി വാർത്ത ഇൻഡെപ്ത്.